ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റത്തെ ടോപ്പിക്, അതായത് കൺവേർട്ടിംഗ് ഡയഗ്രാം ഇൻറ്റു റിലേഷണൽ സ്കീമ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 7 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് വെച്ചിട്ട് ഡയഗ്രത്തിനെ എങ്ങനെ റിലേഷണൽ സ്കീമയിലേക്ക് മാപ്പ് ചെയ്യുക എന്നുള്ളതൊരു നമ്മുടെ കമ്പനി ഡാറ്റാബേസ്, അതാണ് എക്സാമ്പിളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേട്ടോ. ഈ ലാസ്റ്റ് ഇന്നിപ്പോ സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണുള്ളൂ, കൂടുതൽ എടുക്കണില്ല. അപ്പൊ ആദ്യമേ തന്നെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് റിലേഷണൽ ഓൾജിബ്രയുടെ ഡിവിഷൻ ഓപ്പറേഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ജോയിൻ ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നർ ജോയിനും ഔട്ടർ ജോയിനും. ഇന്നർ ജോയിന്റെ ഡിഫറെന്റ് ടൈപ്പ്, അതായത് ഏതായിരുന്നു? നാച്ചുറൽ ജോയിൻ, തീറ്റ ജോയിൻ, ഇക്യു ജോയിൻ. അതുപോലെ ഔട്ടർ ജോയിന്റെ ലെഫ്റ്റ്, റൈറ്റ്, ഫുള്ള്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ജോയിൻ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ SQL ഒന്നിൽ കൂടുതൽ ടേബിൾസ് കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ്, 2 ടേബിൾസിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾസിൽ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അപ്പൊ അതിന്റെ ആ കോൺസെപ്റ്റ്, അപ്പൊ 2 റിലേഷൻസ് ജോയിൻ ചെയ്തിട്ടുള്ള നമുക്ക് ടപ്പിൾസ് റിട്രീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് റിലേഷണൽ ഓൾജിബ്രയിൽ ജോയിനിങ് എങ്ങനെയാണ് നടക്കണേന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പൊ അതിനകത്ത് ലാസ്റ്റത്തെ ടോപ്പിക് ഡിവിഷൻ ഓപ്പറേഷൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് ഫുൾ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിന്റെ ഫുൾ സമ്മറി കൊടുത്തിട്ടുണ്ട്. സെലക്റ്റും പ്രൊജക്റ്റും യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്, അതെന്താ സംഭവം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജോയിൻ ഓപ്പറേഷൻസ്, അതുപോലെ ബൈനറി ഓപ്പറേഷൻസ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഡിവിഷൻ. ഇപ്പൊ ലാസ്റ്റത്തെ ഓപ്പറേഷൻ ആണ് ഡിവിഷൻ ഓപ്പറേഷൻ. അപ്പൊ അത് ഡിസ്കസ് ചെയ്തോന്ന് എനിക്ക് ഓർക്കുള്ള, എന്നാലും ഒന്നുകൂടെ പറയാം. ഡിവിഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഡാറ്റാബേസിൽ നിന്ന് ഒരു ഫോർ ഓൾ എന്നുള്ള ഡാറ്റ റിട്രീവ് ചെയ്യണം. അതായത് നമുക്ക് എപ്പോഴും ഡിവിഷൻ ഓപ്പറേഷനിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു ക്ലോസ് എന്തെന്ന് പറഞ്ഞാല്, ഫോർ എക്സാമ്പിൾ റിട്രീവ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ആൻ എംപ്ലോയി ഹു വർക്ക് ഇൻ പ്രൊജക്ട് നമ്പർ 5, അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾ കേസ് വരുന്ന കേസിലൊക്കെ നമ്മൾ ഡിവിഷൻ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 റിലേഷൻസ്, ബൈനറി ഓപ്പറേഷൻ ആണ് നമ്മുടെ ഡിവിഷൻ ഓപ്പറേഷൻ. അതിനകത്തുള്ള 2 റിലേഷൻസിൽ ഒരു റിലേഷൻ, ഫസ്റ്റ് റിലേഷൻ ഉണ്ട്, സെക്കൻഡ് റിലേഷനും ഉണ്ട്. അപ്പൊ എപ്പോഴും ഡിവിഷൻ ഓപ്പറേഷന്റെ സെക്കൻഡ് റിലേഷന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിലേഷന്റെ സബ്സെറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് എക്സാമ്പിൾ, ആറും എസും. ആർ എസ് എന്നുള്ള രണ്ട് റിലേഷൻസ് ആണ് നമുക്ക് ഡിവിഷൻ പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ആർ ആൻഡ് എസിലെ ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കണം? ആറിന്റെ സബ്സെറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആർ ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി റിട്രീവ് ചെയ്യേണ്ട ഡേറ്റ ഏതായിരിക്കും? എ എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ ഡേറ്റയാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണ പോലെ തന്നെ ആറിൽ എ ബി എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, എസിൽ എ ഉണ്ട്. അപ്പോൾ ആർ ഡിവൈഡഡ് ബൈ എസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഔട്ട്പുട്ട് കിട്ടും? സോറി, ഈ ബിയിലെ ഡേറ്റയാണ് നമുക്ക് കിട്ടണത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിവിഷൻ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ടപ്പിൾസ് ആണ് ആർ എന്നുള്ള റിലേഷനിലെ ഏതൊക്കെ ടപ്പിൾസ് ആണ് എസിലെ ടപ്പിൾസ് ആയിട്ട് കോമ്പിനേഷൻ ഉള്ളത്, അതാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അതായത് ആർ എസ് എന്നുള്ള 2 റിലേഷൻസിൽ ആറിൽ എയും ബിയും ഉണ്ട്, എസിൽ എ ആണുള്ളത്. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ആ കോളംസ് ഏതായിരിക്കും? ബിയിലുള്ള ഡേറ്റയാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്. അപ്പം ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഈ ബി എന്നുള്ള കോളത്തിലെ ഏതൊക്കെ വാല്യൂസ് എസിലെ എല്ലാ ടപ്പിൾസ് ആയിട്ടും കോമ്പിനേഷൻ ഉണ്ടോ, അതാണ് നമ്മൾ റിട്രീവ് ചെയ്യണത്. അപ്പൊ ബിയിലെ B1 A1 ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്, B1 A2 ആയിട്ടും കോമ്പിനേഷൻ ഉണ്ട്, B1 A3 ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ടിൽ ഏതുണ്ടാവും? B1 ഉണ്ടാവും. പിന്നെ അടുത്ത ബിയിലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ B2 ആണ്. B2 ആർ എന്നുള്ള റിലേഷനിൽ A1 ആയിട്ടുണ്ട്, B2 A3 ആയിട്ടുണ്ട്,
B2 എന്നുള്ള ആ ഒരു ഡേറ്റയ്ക്ക് B2 ആയിട്ട് കോമ്പിനേഷൻ ഇല്ല നമ്മുടെ R എന്നുള്ള റിലേഷനിൽ. അതുകൊണ്ട് അത് റിസൾട്ടിൽ വരില്ല. അടുത്ത വാല്യൂ B3ക്കും സിമിലർലി B3A2 കോമ്പിനേഷൻ ഉണ്ട്, B3A3 കോമ്പിനേഷൻ ഉണ്ട്, B3ക്ക് A4 ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്, പക്ഷെ A1 ആയിട്ടില്ല. കാരണം A1 എന്ന് പറഞ്ഞത് എസിലെ എയുടെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ആണ് A1, A2, A3. അപ്പോ ആറിലുള്ള B എന്നുള്ള ആട്രിബ്യൂട്ടിന് എസിലെ എല്ലാ ടപ്പിൾസ് ആയിട്ടും ആറിൽ കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ B1ന് A1, A2, A3 ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്, B2ന് ഇല്ല, B3ക്കും ഇല്ല, B4നും A1, A2, A3 ആയിട്ടും കോമ്പിനേഷൻ ഉണ്ട്. നമ്മുടെ റിസൾട്ടന്റ് T എന്നുള്ള റിലേഷനിൽ B1ഉം B4ഉം ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ അതായത് ഫോർ ഓൾ എല്ലാ ടപ്പിൾസും ആയിട്ട് കോമ്പിനേഷൻ ഉള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിവിഷൻ ഓപ്പറേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറെ കമ്പനി ഡാറ്റാബേസിന്റെ കൊറീസ് വെച്ചിട്ട് ഡിവിഷൻ ഓപ്പറേഷൻ വെച്ച് ചെയ്തിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഡിവിഷൻ ഓപ്പറേഷൻ നമുക്ക് വേറെ തരത്തിലും വേറെ ഏതെങ്കിലും ബൈനറി ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടൊക്കെ അതിനെ റീപ്ലേസ് ചെയ്യാട്ടോ. നമുക്കിപ്പോ ഒരു കൊറി നമുക്ക് ഇന്ന തരത്തിലേ ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല. അതിനെ വേറെ തരത്തിൽ മാപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും SQL കൊറിയിൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കഴിഞ്ഞത്. സെക്കൻഡ് പാർട്ട് SQL ആണ്. SQL കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഏകദേശം ലാബിലും കൂടെ നിങ്ങൾ ചെയ്യണോണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. SQL സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജസ് ആണ്, ഒരു നോൺ പ്രൊസീജിയറൽ കൊറി ലാംഗ്വേജ് ആണ്. അപ്പൊ അതിനകത്ത് ഡിഫറെന്റ് ലാംഗ്വേജസ് SQL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. DDL, DML ആൻഡ് DCL. ഓക്കെ, അപ്പൊ DDL എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അതായത് നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റാബേസിന്റെ പേര്, അതിനകത്തുള്ള ടേബിൾസ്, ഓരോ ടേബിൾസിന്റെയും ആട്രിബ്യൂട്ട്സ്, അതിന്റെ ഡാറ്റ ടൈപ്പ്, കൺസ്ട്രെയിൻസ്, ഇതെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് DDL. അപ്പൊ അതിനകത്ത് SQL നമുക്ക് DDL കുറെ കമാൻഡ്സ് ഉണ്ട്. ക്രിയേറ്റ് ഉണ്ട്, ഓൾട്ടർ ഉണ്ട്, ഡ്രോപ്പ് ഉണ്ട്, ട്രങ്കേറ്റ് ഉണ്ട്, അങ്ങനെ കുറെ കമാൻഡാണ് DDL വരുന്നത്. പിന്നെ DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. നമ്മുടെ ടേബിളിലുള്ള ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ്. അതായത് ആ ഡാറ്റ സ്റ്റോർ ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതെല്ലാം ചെയ്യുന്നത് നമ്മൾ DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അടുത്തത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറെ ട്രാൻസാക്ഷൻ പ്രോസസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജസ് ആണ്. അപ്പൊ നമുക്ക് അത് SQL ലാംഗ്വേജസ് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് SQL കോൺസെപ്റ്റിന്റെ കൂടെ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ്സ്, അതായത് കണ്ടീഷണൽ ലൂപ്പിങ്ങോ അതുപോലെ ഫോർ ലൂപ്പ്, ഐറ്ററേറ്റീവ് കണ്ടീഷനിങ് ലൂപ്പിംഗ്, അതെല്ലാം കൂടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അത് PLSQL ആവുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബാർ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്. അതായത് SQL സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ നമുക്ക് പ്രൊസീജറൽ സ്റ്റേറ്റ്മെന്റ്സും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു പ്രൊസീജറൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഫ്, വൈല്, ഫോർ ലൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് SQLന്റെ കൂടി ആഡ് ചെയ്ത് അതിന് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ SQL നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അത് സിയോ, C++, ജാവ, അതിന്റെ കൂടെ എംബഡ് ചെയ്യാനും പറ്റും. ഡാറ്റാബേസിലുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൂടെ നമുക്ക് SQL കോൺസെപ്റ്റും കൂടി എംബഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയഗ്രാം നമ്മൾ വരച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ് SQL യൂസ് ചെയ്തിട്ടാണ്. ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിന്റെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാൻ ആണ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ, ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ അതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസ് ലാംഗ്വേജ് SQL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്ന കുറെ കമ്പോണൻസ് ഉണ്ട്. എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ്, കൺസ്ട്രെയിൻസ്, അതെല്ലാം നമ്മൾ SQL ഓരോരോ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ റിലേഷൻസും എൻറ്റിറ്റീസും. അതായത് റിലേഷൻസ് നമ്മൾ റിലേഷണൽ മോഡലിൽ നമ്മൾ റിലേഷൻസ് എന്ന് പറയും. ഡയഗ്രത്തിൽ അതിനെ എൻറ്റിറ്റീസ് എന്ന് പറയും. SQL നമ്മൾ അതിനെ എന്ത് പറയും? ടേബിൾസ് എന്ന് പറയും. അപ്പോൾ ഓരോ കോൺസെപ്റ്റിനും ഓരോരോ ഫോർമൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഫോർമൽ കീവേഡ്സ് പറയും. റിലേഷൻ, അതുപോലെ തന്നെ ടപ്പിൾസ്,
SQL നമ്മൾ അതിനെ റോ എന്ന് പറയും, ആട്രിബ്യൂട്ടിന് നമ്മൾ SQL കോളം എന്ന് പറയും, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഫോറിൻ കീ ഉണ്ട്, പ്രൈമറി കീ ഉണ്ട്. ഇതൊക്കെ ബേസിക് ഐഡിയാസ്. പിന്നെ നമുക്കിപ്പോൾ ഒരു ER ഡയഗ്രം തന്നിട്ടുണ്ട്. ER ഡയഗ്രം തന്നിട്ട് നമ്മൾ അതിനെ റിലേഷണൽ മോഡലിലേക്ക് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ റിലേഷണൽ മോഡലിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ ER ഡയഗ്രത്തിലെ എല്ലാ എൻറ്റിറ്റീസും എന്താവും? SQL ഓരോ ടേബിൾസ് ആവും. ഓരോ എൻറ്റിറ്റീസിന്റെയും ആട്രിബ്യൂട്ട്സ് ടേബിളിൽ ഓരോരോ കോളംസ് ആവും. സിമിലർലി രണ്ട് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എൻറ്റിറ്റി ഡയഗ്രത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് വഴി കണക്ട് ചെയ്യും. അപ്പൊ അത് നമ്മൾ SQL ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഫോറിൻ കീ. അപ്പൊ ഓരോ ടേബിളിലും, അതായത് ഒരു ടേബിൾ വേറൊരു ടേബിളിലേക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് ടേബിൾ ആയിട്ടാണോ അസോസിയേഷൻ ഉള്ളത് അതിന്റെ പ്രൈമറി കീനെ നമ്മുടെ ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ രണ്ട് ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്. അതായത് ആ രണ്ട് ടേബിൾസ് തമ്മിൽ നമുക്കൊരു ജോയിൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ SQL രണ്ട് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഫോറിൻ കീ. ഓക്കെ, അപ്പൊ ER ഡയഗ്രത്തിൽ നമ്മൾ രണ്ട് എൻറ്റിറ്റീസ് റെക്ടാങ്കിളിൽ വരയ്ക്കുന്നു, അതിനെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വഴി കണക്ട് ചെയ്യുന്നു. ആ സെയിം മെത്തേഡ് നമ്മൾ SQL ചെയ്യുമ്പോൾ എന്താണ്? SQL ടേബിൾസ് ആയിട്ടാണ് നമ്മൾ ഓരോ എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ അസോസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോറിൻ കീ പ്രൈമറി കീ കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ടേബിളിൽ എന്തെങ്കിലും ഫോറിൻ കീ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന്റെ സ്ട്രക്ചറിൽ ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു ER ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ്, അതിനകത്ത് 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും? SQL ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് 4 കോളംസ്, ഏതെങ്കിലും ഒരു കോളം പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സ്കീമ ചെയ്ത് നോക്കണില്ല, നമ്മൾ SQL എൻവയോൺമെന്റിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യും, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യും. പിന്നെ ഇത് നിങ്ങൾ ലാബിൽ പഠിച്ചതായിരിക്കും. DDL കമാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്: ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്, കമന്റ്, റീനെയിം. ഇതിനകത്ത് ഓരോന്നും ക്രിയേറ്റ് ടേബിൾ എന്തിനാണ്, ഓൾട്ടർ ടേബിൾ എന്തിനാണ്, ഡ്രോപ്പ് ടേബിൾ, ട്രങ്കേറ്റ്, കമന്റ്. അപ്പൊ DDL എന്ന് പറഞ്ഞാൽ മെയിൻലി ഓർത്തിരിക്കുക, ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള ലാംഗ്വേജസ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡിഫറെന്റ് ഡാറ്റാബേസ് ഒബ്ജക്റ്റ്, ടേബിളിന്റെ പേര്, കോളത്തിന്റെ പേര്, അതിന്റെ ഡാറ്റ ടൈപ്പ്, സൈസ്, പിന്നെ അതിനകത്തുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ അത് ഡിഫൈൻ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യണത് അതിന് ഡിലീറ്റ് ചെയ്യുക. അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ DDL-ലുള്ള ഇത്രയും കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ DML എന്ന് പറഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേഷൻസ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ DML പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന മെയിൻ DML കമാൻഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് നമുക്ക് DML എന്ന് പറയാൻ പറ്റും, പക്ഷെ ബേസിക്കലി അതൊരു ബേസിക് റിട്രീവൽ ക്വറിയാണ് സെലക്ട്. നമുക്ക് SQL ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് 1 and only 1 റിട്രീവൽ ക്വറി ഉള്ളൂ, അത് സെലക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഉള്ളത് ഇൻസേർട്ട്, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ളത്, അപ്ഡേറ്റ്, ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനുള്ള, എക്സിസ്റ്റിംഗ് ടേബിളിൽ എക്സിസ്റ്റിംഗ് കോളത്തിലുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിളിലെ ഫുൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ റോ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള റോ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതാണ് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് SQL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്താന്ന് വെച്ചാൽ സ്കീമ ഡിഫൈൻ ചെയ്യും, അതിനകത്തുള്ള ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും ടൈപ്പ്, ഡാറ്റ ടൈപ്പ്, അതിന്റെ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, പിന്നെ എന്തെങ്കിലും ഇൻഡെക്സസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അത്. അപ്പൊ ഇൻഡെക്സസ് നമ്മൾ സാധാരണ ലാബിൽ ചെയ്യണില്ല. അതുപോലെ തന്നെ അതിനകത്തുള്ള സെക്യൂരിറ്റി, ഓതറൈസേഷൻ, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ. അപ്പൊ നമ്മൾ മെയിൻലി നമ്മുടെ DDL വെച്ചിട്ട് നമ്മൾ ലാബിൽ ചെയ്യണത് സ്കീമ ഡിഫൈൻ ചെയ്യും. ആ സ്കീമയിലുള്ള ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും ഡാറ്റ ടൈപ്പും സൈസും പിന്നെ അതിന്റെ കൺസ്ട്രെയിൻസ് അതൊക്കെയാണ് നമ്മൾ മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. അപ്പൊ അതിനകത്തുള്ള ഓരോന്നുമാണ്, നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി ലാബില് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ക്രിയേറ്റ് ടേബിളിന്റെ സിന്റാക്സ്, അതുപോലെ ഇതെല്ലാം കംപ്ലീറ്റ് പറയണത് നമ്മുടെ കമ്പനി ഡാറ്റാബേസിലെ ഓരോരോ ടേബിൾസ് അത് വെച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിന്റെ പേരാണ്. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ കോളംസും അതിന്റെ ഡാറ്റ ടൈപ്പും അതിന്റെ കൺസ്ട്രെയിൻസും സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറിക്ക് ലാസ്റ്റ് നമ്മൾ പ്രൈമറിക്ക് ഡി നമ്പർ 4, യുണീക്ക് കീ ഡി നെയിം, ഫോറിൻ കീ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളം ഡിഫൈൻ ചെയ്യണതിന്റെ ഒപ്പം തന്നെ കൺസ്ട്രെയിൻസും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ അതിനകത്തുള്ള ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ്, നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ബിറ്റ് സ്ട്രിങ്, ബൂലിയൻ, ഡേറ്റ് ആൻഡ് ടൈം, ടൈം സ്റ്റാമ്പ്, അത്രയും കാര്യങ്ങൾ, അത്രയും ആണ് ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ കൺസ്ട്രെയിൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ആട്രിബ്യൂട്ടിനും സ്പെഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈമറി കീ കൺസ്ട്രെയിൻസ് കൊടുക്കാം. അതുപോലെ തന്നെ ഫോറിൻ കീ കൺസ്ട്രെയിൻസ് കൊടുക്കാം. കൺസ്ട്രെയിൻസ് നെയിം സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെക്ക് കൺസ്ട്രെയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ചെക്ക് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ടിന്റെ ഡൊമൈനിന് കൊടുക്കുന്ന കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ അതൊക്കെ വഴിയെ ഓരോന്ന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. കൺസ്ട്രെയിൻസ് കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു പോയാൽ മാത്രമാണ് നമുക്ക് ലാബിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലാബ് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രെയിൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടേബിൾസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പ്രൈമറിക്ക് ആഡ് ചെയ്യേണ്ടത്, ഫോറിനിക്ക് ആഡ് ചെയ്യേണ്ടത്, യൂണിക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡാറ്റയിലുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്, അതുപോലെ തന്നെ ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും ഡൊമൈനിന് കൊടുക്കാവുന്ന കൺസ്ട്രെയിന്റ് അതൊക്കെയാണ്. അതെല്ലാം വെച്ചിട്ടുള്ള ടേബിൾസ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നോട്ട് നൾ കൺസ്ട്രെയിന്റ് ഉണ്ട്. നോട്ട് നൾ കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആട്രിബ്യൂട്ടിനാണോ നോട്ട് നൾ കൺസ്ട്രെയിന്റ് കൊടുത്തിരിക്കുന്നത് അതിന്റെ വാല്യൂ നൾ ആവാൻ പാടില്ല. അവിടെ മസ്റ്റ് ആയിട്ടും ഒരു വാല്യൂ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൈമറിക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നോട്ട് നള്ളല്ല, നള്ളാവാൻ പാടില്ല. ഓക്കെ, പ്രൈമറിക്ക് നമ്മൾ കൊടുക്കുന്നത്, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു കോളം പ്രൈമറി കീ കൺസ്ട്രെയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതിനൊരു വാല്യൂ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് ഇൻസേർട്ടേ ആവില്ല, ഒരു എറർ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഡൊമൈൻ കൺസ്ട്രെയിന്റ്, അതായത് ചെക്ക് കൺസ്ട്രെയിന്റ് കൊടുക്കാന്ന് പറഞ്ഞു. ചെക്ക് കൺസ്ട്രെയിന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ആട്രിബ്യൂട്ടിന്റെ ഡൊമൈൻ വാല്യൂസിന് നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. അതാണ് ഡൊമൈൻ കൺസ്ട്രെയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആട്രിബ്യൂട്ടിന്റെ ഡൊമൈൻ വാല്യൂസിന് നമുക്കൊരു കൺസ്ട്രെയിന്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ചെക്ക് എന്നുള്ള ക്ലോസ്. അപ്പൊ ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളില് ഡി നമ്പർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. അതിനെ നമുക്കൊരു കൺസ്ട്രെയിന്റ് സ്പെസിഫൈ ചെയ്യുകയാണ്. ആ ഡി നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 1നും 20ക്കും ഇടയ്ക്കുള്ള, അതായത് 20 ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഒരു കമ്പനിയിൽ ഉള്ളത്. അപ്പൊ DNO ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് നമ്പറിന്റെ വാല്യൂ ഏതാ വരാവുള്ളൂ, 1 മുതൽ 20 വരെയുള്ള ഏതെങ്കിലും വാല്യൂസ് ആണ് കൊടുക്കാവുള്ളൂ. അല്ലാത്ത വാല്യൂ വരുവാണെങ്കിൽ അതിൽ എറർ അല്ലെങ്കിൽ ഇൻസേർഷൻ പോസിബിൾ ആവാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഡൊമൈൻ കൺസ്ട്രെയിന്റ് ആയിട്ട് കൊടുക്കാം. അതായത് ചെക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ അതാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. ഡി നമ്പർ എന്ന് പറഞ്ഞൊരു കോളം നെയിം, അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ്, അത് നോട്ട് നള്ളാണ്, നൾ വാല്യൂ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അത് കഴിഞ്ഞിട്ട് ചെക്ക് കൺസ്ട്രെയിന്റ് കൊടുക്കുവാണ്. ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, കണ്ടീഷൻ കൊടുക്കുക. എന്ത് കണ്ടീഷനാണ് കൊടുക്കേണ്ടത്, DNOന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ഡി നമ്പറിന്റെ വാല്യൂ ലെസ് ദാൻ 21 ആയിരിക്കണം. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിലേക്ക് ഏത് റോ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ ഈ പറഞ്ഞ കൺസ്ട്രെയിന്റ് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ 0 അല്ലെങ്കിൽ 25 ആണ് എന്നുണ്ടെങ്കിൽ ഈ കൺസ്ട്രെയിന്റ് വയലേഷൻ ഉണ്ടായി എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണിക്കും. കാരണം DNO എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്താണ് വരാവുള്ളൂ, നമ്മൾ ഡൊമൈൻ കൺസ്ട്രെയിന്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്, അതിന്റെ വാല്യൂ 1നും 20ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് വരാവുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടേബിളിലേക്ക് വാല്യൂസ് ആ ഒരു ടപ്പിൾ ഇൻസേർഷൻ പോസിബിൾ ആവില്ല. ഓക്കെ, അപ്പൊ അതുപോലെ അത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ, ഇതുപോലത്തെ ഡൊമൈൻ കൺസ്ട്രെയിന്റ് യൂസിങ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് കീ കൺസ്ട്രെയിന്റും റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ ചെയ്യുന്നതാണ്. പ്രൈമറി കീ കൺസ്ട്രെയിന്റ് കൊടുക്കാം, യൂണീക്ക് കീ കൺസ്ട്രെയിന്റ് കൊടുക്കാം. യൂണീക്ക് കീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
നമുക്ക് ആ യുണീക്ക് കീ കൊടുത്തിട്ടുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ ടപ്പിളിലെ യുണീക്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രൈമറി കീ അല്ല. ഓക്കെ, നൾ വാല്യൂ അക്സെപ്റ്റബിൾ ആണ് യുണീക്ക് കീയുടെ കേസിൽ. പ്രൈമറി കീ ആണ് കൊടുത്തേക്കണെങ്കിൽ അവിടെ നൾ വാല്യൂ വരാൻ പാടില്ല. പിന്നെ അടുത്ത കോൺസെപ്റ്റ് ആണ് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ കാണിക്കാനാണ് നമ്മൾ ഫോറിൻ കീ സെറ്റ് ചെയ്യണത്. അപ്പൊ അതിനകത്ത് ഒരു ടേബിളിൽ ഒരു കീ ഫോറിൻ കീ ആയിരിക്കും. അത് ഏത് ടേബിളിനെയാണോ റെഫർ ചെയ്യേണ്ടത് ആ ടേബിളിലെ പ്രൈമറി കീനെയാണ് അത് റെഫർ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യണ മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. ഫോറിൻ കീ സൂപ്പർ SSN, അതായത് ഒരു ടേബിളിലെ സൂപ്പർ SSN എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആ ടേബിളിലെ ഫോറിൻ കീ ആണ്. അത് ആരെയാണ് റെഫർ ചെയ്യുന്നത്? എംപ്ലോയി ടേബിളിലെ SSN ആണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ താഴെ കാണിച്ചിരിക്കുന്ന ഓൺ ഡിലീറ്റ് സെറ്റ് നൾ, ഓൺ അപ്ഡേറ്റ് കാസ്കേഡ്, അങ്ങനെ രണ്ട് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഫോറിൻ കീ കൺസ്ട്രെയിന്റില് ഇതുപോലെ ഓൺ ഡിലീറ്റ് സെറ്റ് നള്ളും ഓൺ അപ്ഡേറ്റ് കാസ്കേഡും അങ്ങനത്തെ രണ്ട് പ്രൊവിഷൻസ് ഉണ്ട്. അതായത് ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് അത് റെഫർ ചെയ്യണത് എംപ്ലോയി ടേബിളിലെ SSN ആണ്. അപ്പൊ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ എംപ്ലോയി ടേബിളിലെ ഏതെങ്കിലും ഒരു റോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോറിൻ കീ ആയിട്ട് കൊടുത്തിട്ടുള്ള ടേബിളിലെ സൂപ്പർ SSNന്റെ വാല്യൂ എന്തായിരിക്കണം? ഡിലീറ്റ് ആണ്. കാരണം അത് ഒരു ടേബിൾ വേറൊരു ടേബിളിലെ കോളത്തിന്റെ വാല്യൂവിനാണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ റെഫർ ചെയ്യുന്ന ടേബിളിലെ വാല്യൂ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റെഫർ ചെയ്യപ്പെട്ട ടേബിളിലെ വാല്യൂ ഡിലീറ്റ് ആണോ അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവിടെ ഓൺ ഡിലീറ്റ് സെറ്റ് നൾ. ഓക്കെ, പിന്നെ ഓൺ അപ്ഡേറ്റ് കാസ്കേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓൺ അപ്ഡേറ്റ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്ത ടേബിളിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ റെഫറിങ് ടേബിളിലും ആ ചേഞ്ചസ് അപ്ഡേറ്റഡ് ആവണം. നമ്മൾ സാധാരണ കേസിൽ ഈ രണ്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യാറില്ല, ഓൺ ഡിലീറ്റ് നള്ളും ഓൺ അപ്ഡേറ്റ് കാസ്കേഡും. അപ്പൊ ആ രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഫോറിൻ കീ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തു, അത് വേറൊരു ടേബിളിലെ പ്രൈമറി കീനെയാണ് റെഫർ ചെയ്യണത്. അപ്പൊ ഒരു ടേബിളിൽ അത് റെഫർ ചെയ്യുന്ന ടേബിളിലെ ആ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് ചേഞ്ച് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റേ ടേബിളിലെ ഫോറിൻ കീയിലും ചേഞ്ചസ് വരുത്തണം. അതാണ് അപ്ഡേറ്റ് കാസ്കേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത് വച്ചിരിക്കുന്നത്. അതുപോലെ ഓൺ ഡിലീറ്റ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മാസ്റ്റർ ടേബിളിൽ ആ പ്രൈമറി കീയുടെ വാല്യൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെഫർ ചെയ്യുന്ന മറ്റേ ടേബിളിലെ ഫോറിൻ കീയുടെ വാല്യൂ എന്തായിരിക്കണം? ഓട്ടോമാറ്റിക്കലി നള്ളായിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അത് രണ്ടും. പിന്നെ അതുപോലെ കൺസ്ട്രെയിൻസിന്റെ നെയിം കൊടുക്കാം. നമുക്കിപ്പോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ടേബിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് പ്രൈമറി കീ കൺസ്ട്രെയിന്റ് കൊടുക്കാം, യൂണിക് കീ കൺസ്ട്രെയിന്റ് കൊടുക്കാം, ഫോറിൻ കീ കൺസ്ട്രെയിന്റും കൊടുക്കാം. അപ്പൊ പ്രൈമറി കീ കൺസ്ട്രെയിന്റ് കൊടുത്താൽ നമുക്ക് ആ കൺസ്ട്രെയിന്റിനെ ഇൻ കേസ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കൺസ്ട്രെയിന്റ് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കൺസ്ട്രെയിന്റ് നെയിം ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഈസിലി നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. 3 കൺസ്ട്രെയിന്റിന് 3 പേര് ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ സെറ്റ് ചെയ്തേക്കാണ്. ഫസ്റ്റ് പേര് DEPT PK, അത് എന്ത് കൺസ്ട്രെയിന്റ് ആണ്? ആ ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ കൺസ്ട്രെയിന്റ് നെയിമാണ്. അതുപോലെ അടുത്ത കൺസ്ട്രെയിന്റ് ഡിപ്പാർട്ട്മെന്റ് നെയിം യുണീക്ക് കൺസ്ട്രെയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് റെഫർ ചെയ്യാനുള്ള പേരാണ് ഡിപ്പാർട്ട്മെന്റ് SK എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അടുത്തത് ആ ടേബിളിൽ ഫോറിൻ കീ കൺസ്ട്രെയിന്റ് ഉണ്ട്, അതിന്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ RFK എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കൺസ്ട്രെയിന്റും ആ ടേബിളിൽ 3 പേരിൽ നമ്മൾ നെയിം ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് കൺസ്ട്രെയിൻസ് ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ആ ടേബിളിൽ ഇന്ന കൺസ്ട്രെയിൻസ് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഓൾട്ടർ ടേബിളിൽ ഈ പറഞ്ഞ കൺസ്ട്രെയിന്റിന്റെ പേര് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ നമുക്കത് ഈസിലി അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ചെയ്ത് ശീലിക്കാൻ നോക്കാം ലാബിൽ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചെക്ക് കൺസ്ട്രെയിന്റ് കൊടുത്തിരിക്കുന്നതിന് വേറൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. SQL സ്റ്റേറ്റ്മെന്റില് ചെക്ക് കൺസ്ട്രെയിന്റിന്റെ ഒരു എക്സാമ്പിൾ. പേഴ്സൺസ് എന്ന് പറഞ്ഞ ടേബിള്, അതിനകത്ത് ID എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, 4 കോളംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏജ് എന്ന് പറഞ്ഞ കോളത്തിന് നമ്മൾ ഡൊമൈൻ കൺസ്ട്രെയിൻസ് കൊടുക്കുകയാണ്. അതായത്
ആ ഒരു പെർട്ടിക്കുലർ കോളത്തിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ആണ് വരാവുള്ളൂ. അങ്ങനെ നമ്മൾ റെസ്ട്രിക്ഷൻ വച്ചേക്കുവാണ്. ഏജ് എന്ന് പറഞ്ഞ കോളത്തിന് ആ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെക്ക് കൺസ്ട്രെയിന്റ്. ചെക്ക് കൺസ്ട്രെയിന്റ് കൊടുത്തിട്ട് എങ്ങനെ കൊടുക്കുക? ടേബിൾ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ടേബിളിലാണ് ചെയ്യേണ്ടത്. ചെക്ക് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. നമ്മൾ ചെക്ക് കൺസ്ട്രെയിന്റ് ഓൾറെഡി ഇതിന് മുമ്പ് ഒരു എക്സാമ്പിളിൽ നോക്കിയായിരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. ഏജ് എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കൺസ്ട്രെയിന്റ് നമുക്ക് ക്രിയേറ്റ് ടേബിൾ ചെയ്യേണ്ടതിന്റെ ഒപ്പം തന്നെ ചെയ്യാം യൂസിങ് ചെക്ക്. ഓക്കെ. പിന്നെ അടുത്തത് ഡ്രോപ്പ് ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ റിമൂവ് ദ ടേബിൾ ഡെഫിനിഷൻ ഫ്രം ഓൾ ദ ഡേറ്റ. അപ്പോ ഡ്രോപ്പ് ടേബിൾ നെയിം കൊടുത്താൽ ആ ടേബിൾ ഫുള്ളി നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് റിമൂവ് ആയി പോകും. ഓക്കെ. ടേബിൾ ഡിലീറ്റ് ആവും, അതിന്റെ കൺസ്ട്രെയിൻസും അതിന്റെ സ്ട്രക്ചർ എല്ലാം നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് റിമൂവ് ആയി പോകും. അതാണ് ഡ്രോപ്പ് ടേബിൾ. പിന്നെ അടുത്തത് ഓൾട്ടർ ടേബിൾ ആണ്. ഓൾട്ടർ ടേബിൾ വെച്ചിട്ട് നമുക്ക് പുതിയ കോളം ആഡ് ചെയ്യാം. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കാം. ആ കോളം ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ഡ്രോപ്പ് ഓൾട്ടർ ടേബിളിന്റെ കൂടെ ഡ്രോപ്പ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. പിന്നെ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മോഡിഫൈ എന്നുള്ള കീവേഡ് ഉണ്ട്. പിന്നെ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം, കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യാം. അത് രണ്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഈ ഓൾട്ടർ ടേബിളിന്റെ സിന്റാക്സും കാര്യങ്ങളും പ്രത്യേകം പഠിക്കുക. കാരണം അതിന് ഓരോന്നിനും ഓരോരോ കീവേഡ്സ് ആണ്. ആഡ്, ഡ്രോപ്പ്, ഡിലീറ്റ്, അതുപോലെ തന്നെ മോഡിഫൈ. അപ്പൊ അത് ഓരോരോ കേസ്. കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഓൾട്ടർ ടേബിൾ നെയിം, ഡ്രോപ്പ് കൺസ്ട്രെയിന്റ്. അപ്പൊ ഇവിടെയാണ് കൺസ്ട്രെയിന്റ് നെയിമിന്റെ ആവശ്യം വരുന്നത്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൺസ്ട്രെയിന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കൺസ്ട്രെയിന്റ് നെയിം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർ ടേബിളിന്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ആ കൺസ്ട്രെയിന്റിന്റെ നെയിം പറഞ്ഞു കൊടുത്താൽ അത് ഈസിലി നമുക്കത് ആ കൺസ്ട്രെയിന്റ് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ അടുത്തത് ഇൻസേർട്ട് കമാൻഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടായിട്ടുള്ളതായിരിക്കും വിചാരിക്കുന്നു കേട്ടോ. ഇൻസേർട്ടിന്റെ സിന്റാക്സും കാര്യങ്ങളും നോക്കാം. പിന്നെ ഡിലീറ്റിന്റെ പല കേസ്. ഡിലീറ്റ് ഫ്രം എംപ്ലോയി വെയർ കണ്ടീഷൻ കൊടുക്കണത്. അതുപോലെ തന്നെ ഡിലീറ്റ് ഫ്രം എംപ്ലോയി എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലെ ഫുൾ ഡേറ്റ ആയിരിക്കും അവിടെ ഡിലീറ്റ് ആയി പോണത്. അപ്പൊ അതിന്റെ പല സിന്റാക്സ്. പിന്നെ ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാല് ഡേറ്റ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഡേറ്റ ഫുൾ പോണതാണ് ട്രങ്കേറ്റ്. ഓക്കെ. അപ്പൊ ഡ്രോപ്പും ട്രങ്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ടേബിൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അതായത് റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രങ്കേറ്റ് ടേബിൾ യൂസ് ചെയ്താൽ നമുക്ക് എന്താണ്, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റ നമുക്ക് വീണ്ടും അഗെയിൻ സ്റ്റോർ ചെയ്യാനും പറ്റും ട്രങ്കേറ്റ് ടേബിൾ ചെയ്താൽ. യൂഷ്വലി അതൊന്നും ചെയ്യാറുള്ളതല്ല. ഡിലീറ്റ് ആണ് നമ്മൾ ചെയ്യണത്. പിന്നെ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? അപ്ഡേറ്റ് ടേബിളിനെ കൊടുക്കുക, സെറ്റ് പുതിയ കോളം കൊടുക്കുക, അതിന്റെ പുതിയ വാല്യൂ കൊടുക്കുക, വേർ കണ്ടീഷൻ കൊടുക്കുക. അപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ടേബിളില് അഡ്രസ്സ് പൂനെയാക്കി. ഏത് അഡ്രസ്സാണ് പൂനെയാക്കിയത്? ID എന്ന് പറഞ്ഞ കോളത്തിലെ വാല്യൂ ഏതൊക്കെ ടപ്പിൾസിനാണ് 6 ഉള്ളത് അതിന്റെയൊക്കെ അഡ്രസ്സ് എന്താക്കി? പഴയ വാല്യൂയിൽ നിന്ന് പൂനെ എന്നുള്ള വാല്യൂയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തു. അപ്പൊ അതിന്റെ പല കേസസ് ആണ് കാണിച്ചേക്കണത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റത്തെ പോർഷൻ, SQL കമാൻഡ്സ്. ഇപ്പൊ ഞാൻ ഓടിച്ചു വിട്ടതിന്റെ കാരണം ലാബിൽ ചെയ്യണ്ടെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പൊ ഇത് കുറെയൊക്കെ DDL DML ഒക്കെ അതിനകത്ത് ലാബും കൂടി ചെയ്യുമ്പോൾ അത് തറവാവും.